ഒരു ഗെയിമാണ്. നമ്മളിപ്പോൾ ഗ്രൂപ്പാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ 5 ഇമോജീസാണുള്ളത്. ഇപ്പോൾ 500 ആണെങ്കിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ 100 ആൾക്ക് സെയിം ഇമോജീസാണ് വരിക. ഇത് ഡാൻസിങ് LED ആണ്. നമ്മൾ ഓഡിനോ യൂസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇതതിൻ്റെ പ്രോഗ്രാമിംഗ് ആണ്. നമ്മൾ യൂസ് ചെയ്ത മെറ്റീരിയൽസ് ആണ് ഇത് ഉണ്ടാക്കാൻ. ഇത് നമ്മൾ DJ ലൈറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നതിനൊരു മിനി വേർഷൻ. പിന്നെ കല്യാണത്തിനൊക്കെ പോയാൽ ഉണ്ടാവില്ലേ ലൈറ്റ്സ് ഒക്കെ ഇതാക്കണം, അതിന് യൂസ് ചെയ്യുന്നത് ഇതാണ് ഈ സാധനം. My name is Zainab. This is the device that we created. This is an electronic dice. It is made with a motor, a breadboard, Arduino board, jumbo wires. This when we It will work automatically when we click. It will work automatically when we click the tactile button. It will stop and show the value. It is the same like the dice we were using for playing. We can use this electronic dice for playing. This is an electronic dice. It is made with an Arduino board, a breadboard, jumbo wires, a motor, a tactile button. When we click this button, it will automatically stop. Number is 4. My name is Safa Mariam. I'm from 9th D. ഇതൊരു ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റാണ്. ഇത് ഇരുടാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് കത്തും. ഇതാണ് ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ്. ഇത് ഇരുടാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ലൈറ്റ് കത്തിയിട്ട് വെളിച്ചം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ലൈറ്റ് ഓഫ് ആവും. ഇത് ഓഡിനോയും ബ്രെഡ് ബോർഡും സെൻസറും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രാവിലെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിട്ട് രാത്രി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓൺ ആവും. ഇതാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്ത കോഡ്. ഇതാണ് അതിൻ്റെ മെറ്റീരിയൽസ്. സ്ട്രീറ്റിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു തരം ലൈറ്റാണ് ഇത്. ഇരുട്ടാവുന്ന സമയത്ത് ലൈറ്റ് ഓൺ ആവും, ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. വെളിച്ചം വരുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ആവും. My name is Reza Mahek. My name is Nacha Parveen. My name is Ashley Parveen. ഓഡിനോ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു പ്രൊജക്റ്റാണ് എമർജൻസി സ്പോട്ട്. എമർജൻസി സ്പോട്ട് സ്ട്രീറ്റ് സൈഡിലും റോഡ് സൈഡിലും ഒക്കെ സ്ഥാപിക്കാൻ കഴിയുന്നതാണ്. ഒരു എമർജൻസി സിറ്റുവേഷനിൽ ആർക്ക് വേണമെങ്കിലും ഈ എമർജൻസി സ്പോട്ടിൽ പ്രസ് ചെയ്താൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻസിലോ ഹോസ്പിറ്റൽസിലോ ഈ മെസ്സേജ് പോകുന്നത്. ഇപ്പോൾ ഒരു റോഡ് സൈഡിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കുകയാണെങ്കിൽ ഈ എമർജൻസി സ്പോട്ടിൽ ഒരാൾ പ്രസ് ചെയ്താൽ അടുത്തുള്ള ഹോസ്പിറ്റലിലോ എമർജൻസി സ്പോട്ട്സ് ആയ പോലീസ് സ്റ്റേഷൻസിലോ മെസ്സേജ് എത്തും. അപ്പോൾ അവർ വന്ന് ഇവരെ റെസ്ക്യൂ ചെയ്യുന്നതായിരിക്കും. My name is Mahek. My name is Alia. ഈ പ്രൊജക്റ്റ് താന്നൂർ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. ഈ പ്രൊജക്റ്റിൻ്റെ നെയിം കോഡ് എന്നാണ്. കോഡ് എന്ന് പറഞ്ഞാൽ കൊളീഷൻ ഡിറ്റക്ടർ എന്നാണ്. ഈ പ്രൊജക്റ്റ് കൊണ്ട് നമുക്ക് 100 ലൈഫ്സ് സേവ് ചെയ്യാം. ഇപ്പോൾ ഈ ബോട്ടോ എന്തെങ്കിലും ഡേഞ്ചർ സിറ്റുവേഷൻസ് വരാണെങ്കിൽ ഈ റെഡ് ലൈറ്റ്സ് ബ്ലിങ്ക് ചെയ്യും. ഇതിലൊരു GPS ഉണ്ട്. ഈ GPS വഴി ഇത് ട്രാക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ട് അടുത്തുള്ള നെയ്ബർ പോർട്സിന് അല്ലെങ്കിൽ ലൈറ്റ് ആവശ്യത്തിന് നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാം. അങ്ങനെ ഈ ബോട്ടിനെ സേവ് ചെയ്യാം. ഇതുകൊണ്ട് കുറേ ആൾക്കാരെ ജീവന് രക്ഷിക്കാം. പിന്നെ നൈബർഹുഡ്സിലേക്കൊക്കെ മെസ്സേജൊക്കെ പോകും. അപ്പോൾ ഫുള്ള് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിരിക്കും.
ഇതൊരു റെയിൻ ഡിറ്റക്ടറാണ്. ഓർഡിനോ ബോർഡും അതേപോലെ തന്നെ IR സെൻസർ, റെയിൻ ഡ്രോപ്പ് സെൻസറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു മെറ്റീരിയലാണ്. ഇവിടെ മഴ പെയ്യുമ്പം ഇവിടെ സെൻസ് ചെയ്തിട്ട് ഈ ഡ്രസ്സൊക്കെ ഉള്ളിലേക്ക് പോകും. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി തന്നെ പുറത്തേക്ക് വരും. ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും ഇപ്പോൾ ജോബിന് പോകുന്നവരാണ്. അപ്പം അവർക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ ജോബിന് പോവാം. ബിക്കോസ് ഓട്ടോമാറ്റിക്കായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് ഉള്ളിലേക്ക് വരികയും ഇത് മഴ പെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് വരികയും ചെയ്യും. ഇപ്പോഴത്തെ എല്ലാവരും ജോബിന് പോകണോണ്ട് വീട്ടിൽ റെയിന് വന്നാൽ ഇതെടുക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് ഇവിടെ ഈ സെൻസർ യൂസ് ചെയ്തിട്ട് ഈ സെൻസറിന്മേൽ മഴ പെയ്യുമ്പോൾ റെയിൻ ഡ്രോപ്പ് സെൻസ് ചെയ്തിട്ട് ഈ ഡ്രസ്സൊക്കെ ഉള്ളിലേക്ക് പോയിക്കോളും. ഗുഡ് മോർണിംഗ്. ഇതാണ് ഓട്ടോമാറ്റിക് ട്രാഫിക് സിഗ്നൽ. ഓർഡിനോ എന്നുള്ളൊരു ഫ്രീ ഹാർഡ്വെയർ യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇത് ഓരോ 1000-5000 മില്ലി സെക്കൻഡ്സിൽ ഇതിനെ കളർ ബ്ലിങ്ക് ചെയ്യും. ഓർഡിനോ ബ്ലോക്കിൽ ഈ കോഡുകളൊക്കെ കൊടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അത്തരം മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഓട്ടോമാറ്റിക് ട്രാഫിക് സിഗ്നൽ ഉണ്ടാക്കിയത്. ഇത് റോബോ ഹെന്നാണ്. ഓർഡിനോ എന്ന ഫ്രീ ഹാർഡ്വെയർ വെച്ച് ഉണ്ടാക്കിയതാണിത്. ഇതാണ് IR സെൻസർ. ഇത് സെൻസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സെൻസ് ചെയ്യുമ്പോൾ ഈ മോട്ടർ വർക്ക് ചെയ്യും. അപ്പോൾ ഈ ഹെന്ന് മൂവ് ചെയ്യും. ഇത് ഈ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പല ഉപകാരങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് കിടപ്പ് രോഗികൾക്ക് വേറെ സഹായത്തിന് ആൾക്കാരെ വിളിക്കണമെങ്കിൽ ഇതുമായി ബസർ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പൈപ്പിൽ വെള്ളം വേസ്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സെൻസ് ചെയ്തിട്ട് വെള്ളം വരുന്നതും അങ്ങനെയും യൂസ് ചെയ്യും. പിന്നെ കിടപ്പ് രോഗികൾക്ക് സഹായത്തിനായ ആൾക്കാരെ വിളിക്കണമെങ്കിൽ ഇതുമായി ബസർ കണക്ട് ചെയ്തിട്ട് എൻ്റെ കൈയോ കാലോ വെച്ച് സെൻസ് ചെയ്യുമ്പോൾ ആൾക്കാരെ വിളിക്കാൻ കഴിയുന്നതുമാണ്. ഇതാണ് ഇലക്ട്രോണിക് കലണ്ടർ. ഇതൊരു ഓർഡിനോ വെച്ചുണ്ടാക്കിയൊരു പ്രോജക്റ്റാണ്. ഇതിൻ്റെ മെറ്റീരിയൽസാണിത്. ഇത് കൂടുതൽ യൂസ് ചെയ്യൽ ഹോസ്പിറ്റൽ, സ്കൂൾ എന്നീ സ്ഥലങ്ങളിലാണ്. ഇത് എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോൾ നമ്മൾ ലാപ്പിലൂടെ പ്രോഗ്രാമിംഗ് ചെയ്താൽ ആ ഡേറ്റ് വരുമ്പോൾ ഈ LED ബൾബ് ബ്ലിങ്ക് ചെയ്യുകയും ആ ഒരു പ്രോഗ്രാം ഇവിടെ കാണിക്കുകയും ചെയ്യും. നമ്മൾ സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടെങ്കിൽ ലാപ്പിലൂടെ പ്രോഗ്രാമിംഗ് ചെയ്താൽ ആ ഒരു സ്പെഷ്യൽ ഡേ വരുമ്പോൾ ഇവിടെ ഈ LED ബൾബ് ബ്ലിങ്ക് ചെയ്യും. ആ ഒരു പ്രോഗ്രാം ഇവിടെ കാണിക്കുകയും ചെയ്യും. ഇതാണ് ഓട്ടോമാറ്റിക് ഡോർ ഓപ്പണിംഗ് സിസ്റ്റം. ഇത് അൾട്രാസോണിക് സെൻസർ ഉപയോഗിച്ചിട്ടാണ് ഓപ്പൺ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓഫീസുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ ഇത് വെക്കാൻ പറ്റും. വീടുകളിൽ വെക്കാം. ഫിംഗർ പ്രിൻ്റ്, ഫേസ് പ്രിൻ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് വെക്കാൻ പറ്റും. അങ്ങനെ കയറാൻ പറ്റും. ഈ പ്രൊജക്റ്റിൻ്റെ നെയിം സ്മോക്ക് ഡിറ്റക്ടർ എന്നാണ്. ഇത് മേക്ക് ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് യൂസ് ചെയ്തത് ഓർഡിനോ ബോർഡാണ്. ഇതിനുള്ള യൂസസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്ലേസിലും ബസ് സ്റ്റോപ്പിലൊക്കെ എന്താ പറയുക, ചെറിയവരും വലിയവരും സ്മോക്ക് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാം. സെൻസറിൽ സ്മോക്ക് എത്തുമ്പം സെൻസർ സെൻസ് ചെയ്തിട്ട് ഗ്രീൻ ലൈറ്റ്, റെഡ് ലൈറ്റ് ആവും, ബസർ അടിയും. സ്മോക്ക് വരുമ്പോൾ സെൻസർ സെൻസ് ചെയ്യും, പിന്നെ ഫ്യൂച്ചർ റെഡ് ലൈറ്റ് ആവും, പിന്നെ ബസർ അടിയും. ഫ്യൂച്ചറിൽ ഈ പ്രൊജക്റ്റ് എക്സ്പാൻഡ് ചെയ്തിട്ട് പബ്ലിക് പ്ലേസിലാണ് വെക്കുന്നതെങ്കിൽ അത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് മെസ്സേജ് പോകുന്ന രീതിയിലൊക്കെ മാറ്റി ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഇത് AI വെച്ചിട്ടുള്ളൊരു ഗെയിമാണ്. നമ്മളെ ഫേസ് സെൻസ് ചെയ്തിട്ട് നമ്മൾ ആ സ്പൂണ് കളക്ട് ചെയ്യും. ആ കളക്ട് ചെയ്തതിനു ശേഷം ആ ലെമൺ നമ്മൾ ഫിനിഷ് ലൈനിൽ എത്തിക്കണം. ആ ലൈനിൽ നിന്ന് നമ്മൾ ഫിനിഷ് ലൈനിലേക്ക് എത്തിക്കണം.